നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്ന് ആവർത്തിച്ച് കേരളം. ചിലവ് കേരളം വഹിക്കാമെന്നും സ്ഥലം തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും ദക്ഷിണ മേഖലാ കൗൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ. ജോസഫ് വിജയും വി ഡി സതീശനും കൂടിക്കാഴ്ച നടത്തി. അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്ന KSRTC ബസ്സുകളുടെ ടോൾ ഒഴിവാക്കണമെന്ന് കേരളം. ബന്ദിപ്പൂർ രാത്രി യാത്രാ നിരോധനത്തിൽ പുനഃപരിശോധന വേണമെന്നും നിർദ്ദേശം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ കോഴിക്കോട് പന്തീരാങ്കാവിലെ ലേക്കർ ഇന്ത്യ കോർട്ട് ഓഫീസ് പൂട്ടിയ നിലയിൽ. കെട്ടിടത്തിന് സമീപം കമ്പനി ബോർഡില്ല. വീണ വിദേശത്തേക്ക് 85 ലക്ഷം അയച്ചത് ഫെമ ലംഘനമാണോ എന്ന് പരിശോധിച്ച ED. മറ്റൊരാളുടെ പേരിലെടുത്ത സിം ഉപയോഗിച്ചത് ഹവാല ഇടപാടുകൾക്കെന്ന് സംശയം. വീണയെ അടുത്തയാഴ്ച വീണ്ടും ചോദ്യം ചെയ്തേക്കും. മുട്ടിൽ മരമുറി കേസിൽ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് തിരിച്ചടി. വഞ്ചനാ കേസിൽ വിചാരണ നടപടികൾ സ്റ്റേ ചെയ്യാനാകില്ലെന്ന് ഹൈക്കോടതി. കേസിൽ കുറ്റപത്രം വായിച്ചു കേൾക്കാൻ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായത് പ്രതി റോജി അഗസ്റ്റിൻ മാത്രം. മറ്റ് 2 പ്രതികൾ ഹാജരാകാതിരുന്നതിൽ കോടതിയുടെ വിമർശനം. ആളെ കളിയാക്കുകയാണോ എന്ന് കോടതി. ഹർജിയിൽ നാളെ ഉത്തരവ്. സസ്പെൻഷൻ റദ്ദു ചെയ്യണമെന്ന MR രജിത് കുമാറിന്റെ വാദങ്ങൾ തള്ളി സർക്കാർ. SIT റിപ്പോർട്ടിലെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് വിശദീകരണം. ADGPയുടെ ഹർജി തള്ളണമെന്ന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവിൽ സർക്കാരിന്റെ സത്യവാങ്മൂലം. മുൻകൂട്ടി അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയെന്ന പരാതിയിൽ DGP S ശ്രീജിത്തിനെതിരെ വിജിലൻസ് അന്വേഷണമില്ല. തീരുമാനം ഹൈക്കോടതിയെ അറിയിച്ച് സർക്കാർ. കേരള ക്രിക്കറ്റ് ലീഗ് 3ാം സീസണ് തുടക്കം. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ ഉദ്ഘാടന മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 7 വിക്കറ്റ് ജയം. 7:30 കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ഏരീസ് കൊല്ലം സെയിലേഴ്സും തമ്മിൽ ഏറ്റുമുട്ടും. പാകിസ്ഥാൻ പ്രകോപനത്തിന് ഉചിതമായ മറുപടി നൽകി ഇന്ത്യ. ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് പുറത്തെ അനധികൃത നിർമ്മാണങ്ങളും സുരക്ഷാ ബാരിക്കേഡുകളും നീക്കം ചെയ്തു. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് പുറത്തുണ്ടായിരുന്ന സുരക്ഷാ ബാരിക്കേഡുകൾ പാകിസ്ഥാൻ നീക്കം ചെയ്തതിന് പിന്നാലെയാണ് നടപടി. ഡൽഹിയിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് പുറത്തെ കെട്ടിട ഭാഗങ്ങളും സുരക്ഷാ ബാരിക്കേഡുകളും അധികൃതർ പൊളിച്ചു നീക്കി. ഹൈക്കമ്മീഷൻ അനുവദിച്ചിട്ടുള്ള അതിർത്തിക്ക് പുറത്തേക്ക് കടന്നുള്ള നിർമ്മാണങ്ങളാണ് JCB ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയത്. ഹൈക്കമ്മീഷനിലെ വിസ വിഭാഗത്തിന് സമീപമുള്ള ക്യൂ നിയന്ത്രണ സംവിധാനങ്ങളും നീക്കം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഹൈക്കമ്മീഷന് ചുറ്റുമുണ്ടായിരുന്ന സുരക്ഷാ ബാരിക്കേഡുകളും ഒഴിവാക്കി. ദിവസങ്ങൾക്ക് മുൻപ് ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് മുൻപിലുണ്ടായിരുന്ന സുരക്ഷാ ബാരിക്കേഡുകൾ പാകിസ്ഥാൻ അധികൃതർ നീക്കം ചെയ്തിരുന്നു. പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകിക്കൊണ്ടാണ് ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുൻപിലെ നടപടി. ജമ്മു കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്ന ഇന്ത്യയിലെ US സ്ഥാനപതി സെർജിയോ ഗോറിന്റെ പ്രസ്താവനയ്ക്കെതിരെയും പാകിസ്ഥാൻ പ്രതികരണം നടത്തിയിരുന്നു. ഇസ്ലാമാബാദിലെ US പ്രതിനിധിയെ വിളിച്ചു വരുത്തിയായിരുന്നു പാകിസ്ഥാന്റെ നടപടി. കശ്മീർ ഇന്ത്യയുടെ പ്രധാന ഭാഗമാണെന്നും മനോഹരമായ സ്ഥലത്ത് താൻ ആദ്യമായാണ് എത്തുന്നത് എന്നുമായിരുന്നു ശ്രീനഗറിൽ സെർജിയോ ഗോറിന്റെ പ്രതികരണം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തമിഴ്നാട് മുഖ്യമന്ത്രി C ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചെന്നൈ മഹാബലിപുരത്ത് നടക്കുന്ന ദക്ഷിണ മേഖലാ കൗൺസിലിന്റെ 31ാം യോഗത്തിന് മുന്നോടിയായാണ് ഇരു സംസ്ഥാനങ്ങളെയും മുഖ്യമന്ത്രിമാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സഹകരണവും വിവിധ വികസന വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. മുഖ്യമന്ത്രി വി ഡി സതീശനൊപ്പം വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പുതിയ അണക്കെട്ട് വേണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. പുതിയ അണക്കെട്ടിന് മുഴുവൻ ചെലവും കേരളം വഹിക്കുമെന്നും സ്ഥലം തമിഴ്നാടിന് തീരുമാനിക്കാമെന്നുമാണ് സതീശൻ അറിയിച്ചത്. അതേസമയം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തമിഴ്നാട്. അണക്കെട്ടിൽ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി C ജോസഫ് വിജയ് ആവശ്യപ്പെട്ടു. അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്ന KSRTC ബസ്സുകളുടെ ടോൾ ഒഴിവാക്കണമെന്നും കേരളം ആവശ്യമുന്നയിച്ചു. ബന്ദിപ്പൂർ രാത്രി യാത്രാ നിരോധനത്തിൽ പുനഃപരിശോധന വേണമെന്നും നിലവിലെ നിരോധനത്തിന് ശാസ്ത്രീയ പിൻബലമില്ലെന്നും ശാസ്ത്രീയ പരിശോധനകൾ നടത്തി പുനഃക്രമീകരണം നടത്തണമെന്നും കേരളം ആവശ്യപ്പെട്ടു. പൗരത്വ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങളുടെ പൗരത്വ അപേക്ഷകളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം കളക്ടർമാർക്ക് നൽകി. അതിർത്തി സംസ്ഥാനങ്ങളിലാണ് മാറ്റം വരുത്തിയത്. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകാനുള്ള നടപടിയിൽ നിർണായക മാറ്റങ്ങളാണ് കേന്ദ്ര സർക്കാർ വരുത്തിയത്.
പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങളുടെ പൗരത്വ അപേക്ഷകളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം കളക്ടർമാർക്ക് നൽകി. നിലവിൽ ഉന്നതാധികാര സമിതിയാണ് ഇക്കാര്യം തീരുമാനിക്കുന്നത്. നടപടി ലഘൂകരിക്കുകയും രേഖകളുടെ പരിശോധന കൂടുതൽ കർശനമാക്കാനുമാണ് ഭേദഗതി. ഉന്നതാധികാര സമിതിക്ക് മുൻപിലുള്ള അപേക്ഷകളിൽ കാലതാമസം വരുന്ന പശ്ചാത്തലത്തിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, അസം, ത്രിപുര, ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ അതിർത്തി മേഖലകളിൽ മാറ്റം ബാധകമാകും. അസം, ത്രിപുര സംസ്ഥാനങ്ങളിലെ ഗോത്ര മേഖലകളെ ഒഴിവാക്കിയിട്ടുണ്ട്. പൗരത്വം നൽകുന്നതിന് മുൻപ് കളക്ടർമാർ അപേക്ഷയും സമർപ്പിച്ച രേഖകളും കർശനമായി പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശമുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പൗരത്വ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങളുടെ പൗരത്വാപേക്ഷകളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം കളക്ടർമാർക്ക് നൽകിയിരിക്കുകയാണ്. അതിർത്തി സംസ്ഥാനങ്ങളിലാണ് മാറ്റം വരുത്തിയത്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ കണ്ടത്. മറ്റു റിപ്പോർട്ടിലേക്ക് കടക്കുമ്പോൾ ആലപ്പുഴ കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകം സിനിമയെ വെല്ലുന്ന രീതിയിലാണ് പ്രതികൾ തിരക്കഥ ഒരുക്കിയതെന്ന് റിപ്പോർട്ട്. പിടിയിലായാലും അന്വേഷണം വഴിതിരിക്കാൻ പോലീസിന്റെ ചോദ്യങ്ങൾക്ക് നൽകേണ്ട മറുപടിയും ഇവർ കൃത്യമായി തയ്യാറാക്കിയിരുന്നു എന്നാണ് കണ്ടെത്തൽ. കേസ് വഴിതിരിച്ചുവിടാൻ സ്വന്തം അച്ഛനെതിരെയും 13-കാരി മൊഴി നൽകി. അതേസമയം കേസിൽ പ്രതികളായ ആൺകുട്ടികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ അനുമതിയോടെ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്തും. 3 വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ നിന്നാണ് കൃത്യം നടത്തിയ 3 ആൺകുട്ടികളെയും പ്രത്യേക അന്വേഷണ സംഘം ഒരേ സമയം പിടികൂടിയത്. പരസ്പരം ആശയവിനിമയത്തിന് സമയം ലഭിക്കാതിരുന്നിട്ടും മൂവരും പോലീസിന് മുന്നിൽ ഒരേ കഥ തന്നെ ആവർത്തിച്ചു. പെൺകുട്ടിക്ക് വയറിൽ മുഴയുണ്ട്. ഇതിന്റെ ശസ്ത്രക്രിയയ്ക്ക് പണം നൽകാനാണ് ഹരിപ്പാടെത്തിയത്. ഇതായിരുന്നു മൂവരുടെയും മൊഴി. അതിനുവേണ്ടിയാണ് പെൺകുട്ടി വീട്ടിലേക്കുള്ള ലൊക്കേഷൻ അയച്ചു തന്നതും വീഡിയോ കോൾ ചെയ്തതെന്നും പ്രതികൾ പോലീസിനോട് പറഞ്ഞു. പണം നൽകി മടങ്ങിയതല്ലാതെ കൊലപാതകത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും 3 പേരും ആദ്യം മറുപടി നൽകി. മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലായിരുന്നു മൂവരുടെയും മൊഴി. എന്നാൽ പെൺകുട്ടിയും ആൺസുഹൃത്തും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളും വാട്സാപ്പ് ചാറ്റുകളും നിരത്തി പോലീസ് ചോദ്യം ചെയ്തതോടെ പ്രതികൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. അതേസമയം കേസിലെ മുഖ്യ സൂത്രധാരയായ പെൺകുട്ടി കൊലപാതകത്തിന്റെ സംശയം സ്വന്തം പിതാവിലേക്ക് വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചിരുന്നതായും സൂചനയുണ്ട്. പ്രായത്തിന്റെ ആനുകൂല്യം നൽകി പെൺകുട്ടി ഒഴികെയുള്ള 3 പേരെയും മുതിർന്ന കുറ്റവാളികളെ പോലെ വിചാരണയ്ക്ക് സാഹചര്യമൊരുക്കുവാനാണ് പോലീസിന്റെ ശ്രമം. ഇതിനായി ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ അനുമതി നേടിയ ശേഷമാകും തുടർ നീക്കം. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായ തെളിവെടുപ്പും നടത്തേണ്ടതുണ്ട്. വിരലടയാളം ഉൾപ്പെടെ ശാസ്ത്രീയ അന്വേഷണത്തിലെ വിവരങ്ങളും വീടിനുള്ളിൽ ഇവർ കയറിയ രീതിയുമെല്ലാം ഉറപ്പാക്കണം. പെൺകുട്ടിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. അമൃത ന്യൂസ്, ആലപ്പുഴ. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിൽ വിചാരണ കോടതി നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് അഗസ്റ്റിൻ സഹോദരന്മാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഇത്തരം ആവശ്യങ്ങളുമായി വിചാരണ കോടതിയെ സമീപിക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം റോജി അഗസ്റ്റിനെ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി രൂക്ഷമായി വിമർശിച്ചു. ആൻഡ്രൂ അഗസ്റ്റിനും ജോസ് കുട്ടി അഗസ്റ്റിനും ഇന്ന് കോടതിയിൽ എത്താത്തതിനാണ് വിമർശനം. മുട്ടിൽ മരമുറി കേസിലെ നടപടികൾ വയനാട്ടിലെ വിചാരണ കോടതിയിൽ പുരോഗമിക്കുകയാണെന്നും അതിനാൽ മരമുറി വഞ്ചനാ കേസിൽ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിലെ വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് അഗസ്റ്റിൻ സഹോദരന്മാർ ഹൈക്കോടതിയിൽ വീണ്ടും ഹർജി നൽകിയത്. എന്നാൽ ഹർജി ഹൈക്കോടതി തള്ളി. ഇത്തരം ആവശ്യങ്ങളുമായി വിചാരണ കോടതിയെയാണ് സമീപിക്കേണ്ടതെന്നും ഉത്തരവിട്ടു. അതേസമയം കുറ്റങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ ഇന്ന് ഹാജരാക്കണമെന്ന ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം കേസിൽ പ്രതികളായ ആൻഡ്രൂ അഗസ്റ്റിനും ജോസ് കുട്ടി അഗസ്റ്റിനും അവഗണിച്ചു. കോടതിയിൽ ഹാജരായ റോജി അഗസ്റ്റിനോട് മറ്റുള്ളവർ എവിടെയെന്നും ആളെ കളിപ്പിക്കുകയാണോ എന്നും മജിസ്ട്രേറ്റ് ചോദിച്ചു. വിചാരണ നടപടികൾ മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോകാനായി ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയുടെ പരിധിയിൽ വഞ്ചനാ കേസ് നിലനിൽക്കില്ലെന്ന ഹർജി നൽകി. എന്നാൽ വിചാരണയ്ക്ക് അധികാരമുണ്ടെന്ന് വ്യക്തമാക്കിയ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി നാളെ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും അറിയിച്ചു. വീഡിയോ കോൺഫറൻസിലൂടെ വിചാരണയുടെ ഭാഗമാകാനുള്ള അഗസ്റ്റിൻ സഹോദരന്മാരുടെ അപേക്ഷയിലും കോടതി നാളെ തീരുമാനമറിയിക്കും. കേസിൽ പെട്ടുകിടക്കുന്ന തടികൾ പാസ് ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിൽപ്പന നടത്തിയെന്ന മലബാർ ടിമ്പേഴ്സ് ഉടമയുടെ പരാതിയിലാണ് അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെ വഞ്ചനാ കേസെടുത്തിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. മെസ്സിയുടെ പേരിൽ പുട്ടടിച്ച കാര്യങ്ങൾ പുറത്തു വരുമെന്ന് മന്ത്രി കെ മുരളീധരൻ. നല്ല അന്വേഷണമുണ്ടാകും. ഇഡിയുടെ അന്വേഷണത്തിൽ അഭിപ്രായം പറയുന്നില്ല. കോൺഗ്രസ് മന്ത്രിമാരെയും ജനപ്രതിനിധികളെയും ഇഡി ലക്ഷ്യം വെച്ച് നടന്നിട്ടുണ്ടല്ലോ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇഡിയുടെ അന്വേഷണത്തിനെ കുറിച്ച് ഞങ്ങൾ അഭിപ്രായമൊന്നും പറയുന്നില്ല. ഇഡി അതിൻ്റെ വഴിക്ക് പോട്ടെ, അത് മാത്രമേ ഞങ്ങൾക്ക് അഭിപ്രായമുള്ളൂ. ഞങ്ങൾക്ക് ഇഡിയെക്കുറിച്ചൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് കോൺഗ്രസിനുണ്ട്. ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഒരേ സ്റ്റാൻഡാണുള്ളത്. ഈ കേസ് എന്താണെന്നുള്ളത് കേസിൻ്റെ വഴിക്ക് പോട്ടെ.
ഇല്ല, സംസ്ഥാന സർക്കാർ ഒരിക്കലും ED ആയിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. കാരണം ED കോൺഗ്രസിൻ്റെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും ഒക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. ആ ED എടുത്ത് എങ്ങനെയാണ് ഞങ്ങൾ സമ്മർദ്ദം ചെലുത്താൻ പോകുന്നത്? കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഏർപ്പാടാണ്, ഞങ്ങൾക്ക് അവരുമായിട്ട് ഏർപ്പാടൊന്നുമില്ല. എല്ലാ അന്വേഷണവും ഉണ്ടാവും. അത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, വരാത്ത മെസ്സി വരുമെന്ന് പറഞ്ഞിട്ട് പിട്ടടിച്ചവരൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഒരു സംശയം കാര്യത്തിൽ വേണ്ട. പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ വിദേശത്തേക്ക് പണം അയച്ചതിൽ ഫെമ ചട്ടലംഘനം അന്വേഷണം ആരംഭിച്ച ED. മറ്റൊരാളുടെ പേരിൽ സിം എടുത്തത് ഹവാല ഇടപാടുകൾക്കാണ് എന്നാണ് സംശയം. വീണയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് EDയുടെ തീരുമാനം. മുഹമ്മദ് റിയാസിലേക്കുള്ള അന്വേഷണത്തെ രാഷ്ട്രീയമായി നേരിടാനും CPMന്റെ നീക്കമുണ്ട്. 20.5 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നതായാണ് രേഖകളിൽ നിന്നും ED സംഘത്തിന്റെ കണ്ടെത്തൽ. വിദേശത്തേക്ക് 85 ലക്ഷം രൂപ അയച്ചതിൽ ഫെമ നിയമലംഘനം നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുകയാണ്. വീണയെ വീണ്ടും വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനാണ് ED തീരുമാനം. കോഴിക്കോട് നടന്ന റെയ്ഡിനു ശേഷം അന്വേഷണം മുഹമ്മദ് റിയാസ് MLAയിലേക്ക് എത്തുന്നതിനെ രാഷ്ട്രീയമായി നേരിടും. അടുത്ത ദിവസം കോഴിക്കോട് രാഷ്ട്രീയ വിശദീകരണ യോഗം ചേരാനാണ് പാർട്ടി തീരുമാനം. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ യോഗത്തിൽ പങ്കെടുക്കും. അതേസമയം കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധനയ്ക്ക് ED തയ്യാറെടുക്കുകയാണ്. വീണ മറ്റൊരാളുടെ പേരിൽ സിം എടുത്തത് ഹവാല ഇടപാടുകൾക്ക് വേണ്ടിയാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വീണ വിജയനുമായി ബന്ധമുള്ള ലേക്കർ ഇന്ത്യ കമ്പനിയുടെ കോഴിക്കോട് പന്തീരാങ്കാവിലെ ഓഫീസ് പൂട്ടിക്കിടക്കുന്ന നിലയിലാണ്. കെട്ടിടത്തിന് സമീപത്ത് കൃത്യമായ കമ്പനിയുടെ ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണയുടെ ഭർത്താവ് കൂടിയായ PA മുഹമ്മദ് റിയാസ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ലേക്കർ ഇന്ത്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ലക്ഷ്മിപ്രിയ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വീണ ടീയുമായി ബന്ധപ്പെട്ട ഒരു ലേക്കർ ഇന്ത്യ കമ്പനിയുടെ ഓഫീസ് കോഴിക്കോട് ഉണ്ട്. കോഴിക്കോട് പന്തീരങ്കാവിലാണ് ഈ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നത്. എന്നാൽ 2023 അനീസ് എന്ന് പറയുന്ന ഈ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അനീസാണ് ഇത്തരത്തിലൊരു കെട്ടിടം ഇവിടെ വാടകയ്ക്ക് എടുക്കുന്നത്. ഈ ഒരു കെട്ടിടത്തിലാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ ആ കെട്ടിടം വ്യക്തമാണ്. കെട്ടിടം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെയുള്ള ചെറിയ ഒരു ബോർഡ് പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ ലേക്കർ ഇന്ത്യ കമ്പനിയുടെ ഓഫീസാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ ഈ കെട്ടിടങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. പൊടി പിടിച്ച് കിടക്കുന്ന രീതിയിലാണ്. ഈ സ്റ്റെപ്പുകളെല്ലാം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അധികം ആളുകൾ ഇവിടുന്ന് കടന്നു വരാത്ത രീതിയിലുള്ള ഒരു പൊടി പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് ഒരു ബോർഡും തന്നെ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. 2023 ഈ ഒരു കെട്ടിടം ഇവിടെ വാടകയ്ക്ക് എടുക്കുന്നത്. അനീസിൻ്റെയും അതുപോലെ തന്നെ ഈ അനീസും വീണയ്ക്കും പാർട്ട്ണർഷിപ്പുള്ള ഒരു സ്ഥാപനമാണിത്. കൂടുതൽ കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ ഈ പരിസരവാസികൾക്കൊന്നും ഇവിടെ ആളുകൾ ഉള്ളതായിട്ടോ അല്ലെങ്കിൽ കമ്പനിയിൽ പ്രവർത്തിക്കുന്നതായിട്ടോ എന്നുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വലിയ രീതിയിലുള്ള ഫ്ലെക്സ് ബോർഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയൊരു രീതിയിൽ പേപ്പർ മാത്രമേ പതിച്ചിട്ടുള്ളൂ. അതിൽ ഈ ഒരു ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന് മാത്രം എഴുതിയിട്ടുണ്ട്. പിന്നെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു ദൃശ്യത്തിൽ എഴുതിയിട്ടുള്ളത് എന്നുമാണ് നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. രേഖകൾ പ്രകാരമാണെങ്കിൽ കൂടുതൽ അധികാരങ്ങൾ, അതായത് ഈ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അധികാരങ്ങൾ ഉള്ളത് വീണയ്ക്കാണ്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടുകൾ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് വീണയാണ് എന്നുള്ളതും നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. 10 ലക്ഷത്തിലധികം രൂപ വീണ ഇതിനു വേണ്ടി ഈ ഒരു കമ്പനിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, PA മുഹമ്മദ് റിയാസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് കൂടുതൽ രേഖകളെല്ലാം, അതായത് നിക്ഷേപങ്ങളുടെ കാര്യങ്ങളെല്ലാം ഹാജരാക്കുന്ന സമയത്ത് ഈ ഒരു കമ്പനിയുടെ കാര്യങ്ങളെല്ലാം അതിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ്. ഏതായാലും ഈ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് ആർക്കും ഒരു വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പരിസരവാസികൾക്ക് പോലും, അല്ലെങ്കിൽ ഈ ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് കെട്ടിടങ്ങൾ, ഈ കെട്ടിടത്തിൽ തന്നെയുള്ള മറ്റ് സ്ഥാപനങ്ങളിലുള്ള ആളുകൾക്ക് പോലും ഈ ഒരു കമ്പനി പ്രവർത്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം. ഹവാല പണമിടപാട് വരെ പുറത്തുവന്ന സാഹചര്യത്തിൽ ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്നും രാജിവെക്കണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്. വീണ തുടങ്ങിയ മുഴുവൻ സ്ഥാപനങ്ങളും പിണറായിയുടെ അഴിമതിക്ക് കുടപിടിക്കാനുള്ളതാണ്. യാതൊരു സേവനവുമില്ലാതെ വീണ കൈപ്പറ്റിയ മുഴുവൻ പണവും പിണറായി വിജയന് വേണ്ടിയാണ്. പിണറായി വിജയൻ രാജിവെക്കുന്നില്ലെങ്കിൽ മാറ്റി നിർത്താൻ LDF തയ്യാറാകണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. ഹവാല ഇടപാട് പോലും വ്യക്തമായ തെളിവോടുകൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ പണ്ട് പിണറായി വിജയൻ പറഞ്ഞ അതേ വാക്ക് ആവർത്തിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അഴിമതി ആരോപിതനായപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന, അന്നത്തെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന
പിണറായി വിജയൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയാൻ തയ്യാറാണ്. കഴിഞ്ഞ 30 വർഷമായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് 1996 പിണറായി വിജയൻ വൈദ്യുതി മന്ത്രി ആയ കാലം മുതൽ ഇന്ന് വരെ നടത്തിയിട്ടുള്ള അഴിമതികൾ ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വീണയുടെ എല്ലാ കമ്പനിയും, ഏറ്റവും അവസാനത്തെ ലേക്കർ ഇന്ത്യ, ഇന്ന് ഏതോ ചാനൽ അതിനെ സംബന്ധിച്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഒറ്റമുറി കെട്ടിടത്തിലാണ് ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ ED നടപടിയിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിലവിൽ ആഭ്യന്തര വകുപ്പിന് മുൻപിൽ ഈ വിഷയം വന്നിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. മയക്കുമരുന്ന് കേസുകളിൽ പ്രതികളുടെ രാഷ്ട്രീയം നോക്കിയുള്ള വിവാദങ്ങൾ അനാവശ്യമാണെന്നും രമേശ് ചെന്നിത്തല ഡൽഹിയിൽ പറഞ്ഞു. DYFI ആണെങ്കിലും യൂത്ത് ലീഗ് ആണെങ്കിലും എല്ലാവർക്കും ഒരുപോലെയാണ്. അതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. ഇപ്പം എന്നോട് അടുപ്പമുള്ളവരാണെങ്കിൽ പോലും ഈ കുറ്റകൃത്യത്തിന്റെ ചെയ്തെങ്കിൽ ഒരേ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പോലീസ് കൊടുക്കുകയുള്ളൂ. ഇതിനകത്ത് ഒരു ശുപാർശ ആരും അംഗീകരിക്കില്ല, ആരുടെ ഇടപെടലും അംഗീകരിക്കില്ല. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിച്ച സംഭവത്തിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിയെ അറസ്റ്റ് ചെയ്ത് കോഴിക്കോട് സൈബർ പോലീസ്. കേസിൽ ജാൻമണിക്കും മറ്റൊരാൾക്കും നോട്ടീസ് നൽകിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജാൻമണിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സമൂഹത്തിൽ ലഹളയുണ്ടാക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയെന്നതാണ് കേസ്. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെ പിന്തുണച്ച പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മനും സുകുമാരൻ നായരെ വേട്ടയാടുന്നത് ശരിയല്ലെന്നും ഉമ്മൻചാണ്ടിയും വലിയ രീതിയിൽ വ്യക്തിഹത്യയ്ക്ക് ഇരയായിട്ടുണ്ട് എന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയും NSSുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു, താനും ആ ബന്ധം തുടരുന്നുണ്ട്. മുഖ്യമന്ത്രിയും സുകുമാരൻ നായരും തമ്മിലുള്ള വിഷയം തനിക്കറിയില്ലെന്നും ചാണ്ടിയുമ്മൻ കൂട്ടിച്ചേർത്തു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ആക്രമിക്കുന്ന ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞെന്താ, അദ്ദേഹം NSSന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന വലിയ വ്യക്തിത്വമാണ്. NSSന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായി വേട്ടയാടുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ ഇഷ്ടമല്ലെങ്കിൽ അദ്ദേഹത്തെ വേട്ടയാടുകയാണോ ചെയ്യുന്നത്, അദ്ദേഹത്തെ വ്യക്തിപരം ആക്ഷേപിക്കുകയാണോ ചെയ്യുന്നത്. അദ്ദേഹം കൃത്യമായ നിലപാട് എന്നുമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തുക അത് ശരിയല്ല. ഞാൻ പറഞ്ഞത് പൊതുസമൂഹത്തിന്റെ ഭാഗമായി പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ വ്യക്തിത്വമാണ്. അപ്പൊ അദ്ദേഹത്തോട് വ്യക്തിഹത്യ നടത്തിയ എന്താ ഗുണം? ഇപ്പൊ എന്റെ പിതാവിനെ എന്തുമാത്രം വ്യക്തിഹത്യ നടത്തി. ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ പറഞ്ഞു. അതേപോലെ ഒരാളെയും വേട്ടയാടുന്നത്, പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലെ ഒരാളെ മഹത്തായ പ്രവർത്തനം നടത്തുന്ന ഒരാളെ വേട്ടയാടുന്നത് ശരിയല്ല എന്നുള്ളത് എന്റെ ഒപ്പീനിയനാണ്. ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന് ലഭിച്ച സസ്പെൻഷൻ റദ്ദാക്കണമെന്ന ADGP MR അജിത് കുമാറിന്റെ വാദം തള്ളി സർക്കാർ. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തതെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. സസ്പെൻഷൻ നടപടി ചോദ്യം ചെയ്ത് അജിത് കുമാർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നൽകിയ ഹർജിയിലാണ് സർക്കാരിന്റെ മറുപടി. തന്റെ പ്രമോഷൻ തടയാനാണ് സസ്പെൻഷൻ നൽകിയതെന്ന MR അജിത് കുമാറിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്നും ചട്ടങ്ങൾ പാലിച്ചാണ് നടപടി സ്വീകരിച്ചതെന്നും സർക്കാർ വ്യക്തമാക്കി. സസ്പെൻഷൻ ഉത്തരവിന് മുൻപ് ADGPയോട് വിശദീകരണം തേടിയെന്നും എന്നാൽ വിശദീകരണം തൃപ്തികരമായിരുന്നില്ല എന്നും സർക്കാർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ കേസിൽ ADGP ഇടപെട്ട് ചിലരുടെ മൊഴി മാറ്റി. ഇതിന് തെളിവ് ലഭിച്ചുവെന്ന് SIT റിപ്പോർട്ടിലുണ്ട്. രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണവും നിലനിൽക്കില്ലെന്നും സർക്കാർ മറുപടി നൽകി. അജിത് കുമാറിന്റെ ഹർജി തള്ളണമെന്ന് സർക്കാർ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. സെപ്റ്റംബർ 3 ഹർജി പരിഗണിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. DGP S. ശ്രീജിത്തിന് ആശ്വാസം. വിജിലൻസ് കേസ് അവസാനിപ്പിക്കണമെന്ന സർക്കാർ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. ഇതോടെ DGP ആയതിലെ പ്രധാന തടസ്സം നീങ്ങിയിരിക്കുകയാണ്. ശബരിമല നിലയ്ക്കലിൽ എയർഫോഴ്സ് ഹെലികോപ്റ്റർ പറത്തി. എന്തിനു വന്നോ എന്ന് അറിയാതെ പോലീസ് ഹെലിപാഡിന്റെ തൊട്ടുമുകളിലെത്തിയെങ്കിലും ഇറങ്ങിയില്ല. 10 സെക്കൻഡ് നിന്ന് മടങ്ങിപ്പോയി. എയർഫോഴ്സിന്റെ ZP-5151 ഹെലികോപ്റ്ററാണ് നിലയ്ക്കലിൽ വന്നത്. ദുരന്ത നിവാരണ പദ്ധതിയുടെ ഭാഗമാകാമെന്നും മുൻകൂട്ടി അറിയിപ്പ് കിട്ടിയിരുന്നില്ല എന്നും പോലീസ് അറിയിക്കുന്നു.
കണ്ണൂർ മാലൂരിൽ പന്നിക്കെണിയിൽ കുടുങ്ങിയ പുലി ചത്തു. ആന്തരികാവയവങ്ങൾക്കുണ്ടായ പരിക്കാണ് മരണകാരണം. സംഭവത്തിൽ സ്ഥലമുടമയെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കും. ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് പുലി കെണിയിൽ കുടുങ്ങിയത്. കെണി വെച്ചയാളെ കണ്ടെത്തി പ്രതി ചേർക്കും. നീലക്കുറിഞ്ഞി പൂവിട്ട ഇടുക്കി മൂന്നാറിലെ ചക്രമുടി ഭൂമി വീണ്ടും വിവാദത്തിലേക്ക്. കയ്യേറ്റക്കാരിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത 2 ഏക്കറിലധികം ഭൂമിക്ക് താൽക്കാലികമായി കരമടച്ചു നൽകാൻ ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. മൂന്നാർ ഇക്കാനഗർ സ്വദേശികളായ സഹോദരങ്ങൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. മൂന്നാർ ഇക്കാനഗർ സ്വദേശികളായ 3 സഹോദരങ്ങൾ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി. ഹർജിക്കാരുടെ അമ്മയുടെ പിതാവിന് 1975 ലഭിച്ച പട്ടയഭൂമിയാണ് ഇത്. എന്നാൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് പട്ടയം സമ്പാദിച്ചതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ഭൂമി ഉൾപ്പെടെ 13 ഏക്കർ 79 സെന്റ് സ്ഥലത്തിന്റെ പട്ടയം 2025 മാർച്ചിൽ റവന്യൂ വകുപ്പ് റദ്ദാക്കിയിരുന്നു. തുടർന്ന് പട്ടയം റദ്ദാക്കിയ നടപടിക്കെതിരെ ഹർജിക്കാർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് അപ്പീൽ നൽകി. ഈ അപ്പീൽ കളക്ടറുടെ പരിഗണനയിലാണ്. എന്നാൽ കാർഷിക വായ്പ പുതുക്കുന്നതിനായി ഭൂനികുതി അടയ്ക്കേണ്ടതുണ്ടെന്നും വില്ലേജ് ഓഫീസർ കരം സ്വീകരിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഭൂവുടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് പരിഗണിച്ച ഹൈക്കോടതി അപ്പീലിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ താൽക്കാലികമായി നികുതി സ്വീകരിക്കാൻ ഉത്തരവിടുകയായിരുന്നു. വിധിയുടെ പകർപ്പ് ലഭിക്കുന്ന തീയതി മുതൽ 10 ദിവസത്തിനകം നികുതി സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം. സംസ്ഥാന സർക്കാർ, ജില്ലാ കളക്ടർ, ദേവികുളം സബ് കളക്ടർ, ഉടുമ്പൻചോല തഹസീൽദാർ, ബൈസൺ വാലി വില്ലേജ് ഓഫീസർ എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് ഹർജിക്കാർ കോടതിയെ സമീപിച്ചത്. റദ്ദാക്കപ്പെട്ട പട്ടയം കോടതി പുനഃസ്ഥാപിച്ച് നൽകിയിട്ടില്ല എന്നത് റവന്യൂ വകുപ്പിന് താൽക്കാലിക ആശ്വാസമാണ്. എങ്കിലും ചക്രമുടിയിൽ നിന്ന് മുൻപ് ഒഴിപ്പിക്കപ്പെട്ട കൂടുതൽ പേർ സമാന ആവശ്യവുമായി കോടതിയെ സമീപിച്ചാൽ അത് വലിയ നിയമക്കുരുക്കിലേക്ക് വഴിമാറും. ഹർജിക്കാർ നൽകിയ പകർപ്പിന്റെ അടിസ്ഥാനത്തിൽ സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന് ബൈസൺ വാലി വില്ലേജ് ഓഫീസർ അറിയിച്ചു. അമൃത ന്യൂസ്, ഇടുക്കി. വിവാഹബന്ധം നിലനിൽക്കെ നിയമപരമായി പിരിയാതെ ഭർത്താവ് 2ാം വിവാഹം കഴിച്ചുവെന്നും ഗാർഹിക പീഡനം നടത്തിയെന്നും ആരോപിച്ച് ഭർതൃവീട്ടിൽ യുവതിയുടെ കുത്തിയിരിപ്പ് സമരം. തൃശൂർ ചാവക്കാട് എടക്കഴിയൂർ ചാലപ്പുറത്ത് വീട്ടിൽ ഡോക്ടർ ആയിഷയാണ് 10 വയസ്സുള്ള മകളുമായി വീട്ടിൽ സമരമിരിക്കുന്നത്. സമരം 11 ദിവസം പിന്നിട്ടു. ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിന്റെ പിൻബലത്തിലാണ് യുവതിയുടെ സമരം. ഭർത്താവിന്റെ വീട്ടിൽ സമാധാനമായി താമസിക്കുന്നതിന് തടസ്സം നിൽക്കുന്നതിലും ബലം പ്രയോഗിച്ച് പുറത്താക്കുന്നതിലും വിലക്കേർപ്പെടുത്തി ഡോക്ടർ ആയിഷയ്ക്ക് അനുകൂലമായി കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ആയിഷ 10 ദിവസം മുൻപ് ഭർത്താവിന്റെ വീട്ടിലെത്തിയത്. എന്നാൽ ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ വീട്ടുകാർ വീടുപൂട്ടി ബന്ധുവീട്ടിലേക്ക് മാറി. ആയിഷ മകളുമൊത്ത് സമരം ആരംഭിച്ചതോടെ ഭർതൃവീട്ടുകാർ വൈദ്യുതി ഓഫ് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ മാസം ഭർത്താവിന്റെ വീട്ടിൽ വന്ന കുടുംബം ചാവക്കാട് പോലീസിനെ വിളിച്ചു വരുത്തി രാത്രിയിൽ തന്നെ ആയിഷ ഇവിടെ നിന്നും നീക്കം ചെയ്തതായും പരാതിയുണ്ട്. കോഴിക്കോട് മാണിയമ്പലം ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റി വഴിയാണ് ഭർത്താവ് അലി അബ്ദുൽ ലത്തീഫ് 2ാം വിവാഹം നടത്തിയതെന്നാണ് ആയിഷ ആരോപിക്കുന്നത്. എന്റെ പേര് ഡോക്ടർ ആയിഷ. ഞാനിപ്പോ എന്റെ ഭർത്താവിന്റെ വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഇരിക്കുന്നത്. ഇവിടെ മുന്നൊരിക്കൽ വന്നപ്പോ അവരിവിടെ കയറ്റാൻ എന്നെ സമ്മതിക്കാണ്ട് ഇവിടെ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഇവിടെ കയറി താമസിക്കാനുള്ള ഒരു ഓർഡറുമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്റെ ഭർത്താവ് ഒരു 2ാം വിവാഹം കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ബന്ധം നിലനിൽക്കെ തന്നെ ഇവിടെ തലാക്കോ അതല്ലെങ്കിൽ ഡൈവോഴ്സ് പെറ്റീഷനോ ഫയൽ ചെയ്യാതെ കോഴിക്കോട് മാണിയമ്പലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജുമാ മസ്ജിദിന്റെ മഹല്ല് കമ്മിറ്റി വഴി എന്റെയും അദ്ദേഹത്തിന്റെയും മഹലായിട്ടുള്ള എടക്കഴിയൂർ ജുമാ മസ്ജിദിനെ അറിയിക്കാതെ തന്നെ അവരെന്താ ചെയ്തിട്ടുള്ളത് വെച്ചാൽ കല്യാണം രഹസ്യമായി നടത്തും. പിന്നെ അത് അവർ ആഘോഷമായിട്ട് കൊണ്ടാടിയിട്ടുണ്ട്. തന്റെ സ്വർണ്ണാഭരണങ്ങൾ ഭർത്താവ് സ്വന്തം ആവശ്യങ്ങൾക്കായി വാങ്ങിച്ചതായും വർഷങ്ങളായി തനിക്കും മകൾക്കും ചിലവിന് നൽകുന്നില്ലെന്നും ആയിഷ പരാതിപ്പെടുന്നു. തനിക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ആയിഷ സമരം തുടരുന്നത്. അതേസമയം ലത്തീഫ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. ടിനി ടോമിനെതിരായ കേസിൽ നടി അൻസിബ ഹസൻ എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി രഹസ്യമൊഴി നൽകി. കേസിൽ നിന്ന് പിന്മാറില്ലെന്നും ഇനിയെങ്കിലും പോലീസ് ശരിയായി അന്വേഷിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും രഹസ്യമൊഴി നൽകിയതിനു ശേഷം അൻസിബ പറഞ്ഞു. കോടതി നിർദ്ദേശപ്രകാരമാണ് അൻസിബയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ടിനി ടോം വർഗീയ അധിക്ഷേപം നടത്തിയെന്ന പരാതിയിൽ കടവന്ത്ര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ടിനി ടോമിന് നേരത്തെ മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. ആദ്യം അൻസിബ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. തുടർന്നാണ് അൻസിബ കോടതിയെ സമീപിച്ചത്. അൻസിബയുടെ പരാതി അന്വേഷിക്കാനും കേസ് രജിസ്റ്റർ ചെയ്യാനും എറണാകുളം ജില്ലാ സെഷൻസ് കോടതി നിർദ്ദേശിച്ചതോടെയാണ് കടവന്ത്ര പോലീസ് ടിനി ടോമിനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്.
കോഴിക്കോട് മുക്കത്ത് 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ വെച്ച് 2 ഓട്ടോറിക്ഷകളും കാറും മിനി ഗുഡ്സ് ഓട്ടോയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ 4 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ കുറച്ചു സമയം ഗതാഗതം തടസ്സപ്പെട്ടു. പോലീസ് സ്ഥലത്തെത്തി അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്നും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. മദ്യലഹരിയിൽ കാർ റോഡിന് നടുവിൽ നിർത്തി യുവാവ് കാറിനുള്ളിൽ കിടന്നുറങ്ങി. കോട്ടയം അതിരമ്പുഴയിൽ ഇന്നലെയായിരുന്നു സംഭവം. റോഡിന് നടുവിൽ കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് നാട്ടുകാർ എത്തി പരിശോധിച്ചപ്പോഴാണ് ഉള്ളിൽ യുവാവിനെ കണ്ടത്. വാഹനം ലോക്കായിരുന്നതിനാൽ നാട്ടുകാർ കാർ കുലുക്കി വിളിച്ചപ്പോൾ യുവാവ് എഴുന്നേൽക്കുകയായിരുന്നു. മദ്യലഹരിയിൽ വാഹനം ഓടിച്ചതിന് യുവാവിനെതിരെ ഏറ്റുമാനൂർ പോലീസ് കേസെടുത്തു. 1984 സിഖ് വിരുദ്ധ കലാപത്തിൽ ശിക്ഷിക്കപ്പെട്ട മുൻ കോൺഗ്രസ് MP സജ്ജൻ കുമാർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. തിഹാർ ജയിലിൽ ജീവപര്യന്തം തടവ് അനുഭവിച്ചിരുന്ന സജ്ജൻ കുമാറിനെ ആരോഗ്യനില വഷളായതിനെ തുടർന്നായിരുന്നു ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് 1984 നവംബറിൽ പാലം കോളനി മേഖലയിലുണ്ടായ കലാപത്തിലാണ് മുൻ കോൺഗ്രസ് MP സജ്ജൻ കുമാർ കുറ്റക്കാരനാണെന്ന് ഡൽഹി ഹൈക്കോടതി കണ്ടെത്തിയത്. സ്വാമി വിവേകാനന്ദന്റെ ആദർശങ്ങളും ആശയങ്ങളും പഠിക്കുക, സമൂഹത്തിൽ പ്രചരിപ്പിക്കുക, പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ടെക്നോ പാർക്ക് ജീവനക്കാരുടെ സാംസ്കാരിക കൂട്ടായ്മയായ വിവേകാനന്ദ സ്റ്റഡി സർക്കിളിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും രക്ഷാബന്ധനും വിപുലമായ പരിപാടികളോടെ ടെക്നോ പാർക്കിൽ സംഘടിപ്പിച്ചു. കഴക്കൂട്ടം MLA ശ്രീ V മുരളീധരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി മുഖ്യപ്രഭാഷണം നടത്തി. എക്സ്പീരിയൻ ടെക്നോളജീസ് COOയും സഹസ്ഥാപകനുമായ ശ്രീ സുരേഷ് VP ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ബഹിരാകാശ സാങ്കേതികവിദ്യാ രംഗത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ സ്റ്റാർട്ടപ്പ് കമ്പനിയും ശ്രദ്ധേയ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്ത X20 സഹസ്ഥാപകൻ അരവിന്ദനെ ചടങ്ങിൽ പ്രത്യേകമായി ആദരിച്ചു. VSC പ്രസിഡന്റ് സജു നമ്പൂതിരി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ അരുൺ GS ദേശഭക്തി ഗാനം ആലപിച്ചു. ഗോപകുമാറും ദീപയും പരിപാടികൾക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് മുക്കത്ത് പാർക്കിംഗ് സ്ഥലത്തുണ്ടായ തർക്കത്തെ തുടർന്ന് വ്യാപാരിയെ താക്കോൽ കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ യുവാവ് പിടിയിലായി. ചാത്തമംഗലം പാഴൂർ സ്വദേശിയായ സുഹൈലിനെയാണ് മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തത്. മുക്കം ബൈപ്പാസിലെ താജ് ഹോം കെയർ ഉടമയും കൊടിയത്തൂർ സ്വദേശിയുമായ മുജീബിനാണ് ആക്രമണത്തിൽ തലയ്ക്കും മുഖത്തും പരിക്കേറ്റത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം. താജ് ഹോം കെയറിന് സമീപമുള്ള പാർക്കിംഗ് ഏരിയയിൽ സുഹൈൽ വാഹനം നിർത്തിയിട്ടതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. പരിക്കേറ്റ മുജീബ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്യൂച്ചർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് NBFC കോർപ്പറേറ്റ് ഓഫീസിന്റെയും പുതിയ ബ്രാഞ്ചിന്റെയും ഉദ്ഘാടനം 22-ന് നടക്കും. തൃശൂർ ഒളരിയിലെ കൈലാസം ടവറിൽ നടന്മാരായ ആസിഫ് അലി, ഷാജോൺ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ 60ഓളം ബ്രാഞ്ചുകളുള്ള ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് ഗോൾഡ് ലോൺ, ഡെപ്പോസിറ്റ്സ്, ഡിബഞ്ചേഴ്സ്, മോർഗേജ് ലോൺ, ബിസിനസ് ലോൺ, പ്രോപ്പർട്ടി ലോൺ, വെഹിക്കിൾ ലോൺ, അഗ്രികൾച്ചറൽ ലോൺ, പേഴ്സണൽ ലോൺ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. ഈ വർഷം 10 ബ്രാഞ്ചുകളും 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയൊട്ടാകെയും ആരംഭിക്കും. തൊഴിലാളികളുടെയും ഡയറക്ടർ ബോർഡിൻ്റെയും ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനമാണ് സ്ഥാപനത്തിൻ്റെ വിജയത്തിന് കാരണമെന്ന് മാനേജിംഗ് ഡയറക്ടർ PR രാജേഷ് പറഞ്ഞു. ഡയറക്ടർമാരായ സജിമോൾ രാജേഷ്, ചിന്നമ്മ വിൻസെന്റ്, കവിത മണികണ്ഠൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.